ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഖദ് ആതൈനാക മിൻ ലദുന്ന ദിക്റൻ, വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹ് പറയാണ്, നാമാണ് അതിൽ താങ്കൾക്ക് നൽകിയത്. നാം എവിടുന്നാണ് നൽകിയത്? നമ്മളുടെ പക്കൽ നിന്നാണ് നൽകിയത്. അതിന് നൽകിയത് ദിക്റൻ, ഖുർആനൻ എന്ന് പറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എന്നാണ് പറഞ്ഞത്. അത് ആ വർണ്ണന തന്നെ നമ്മൾ അതിനെ പുൽകാൻ നമുക്ക് പ്രചോദനമാണ്, പ്രേരകമാണ്. കാരണം ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ദിക്ർ പിന്നെ ഉപദേശത്തിന് പറയും, വഅദ്. പിന്നെ ദിക്ർ എന്ന് പറയും പിന്നെ ഉത്ബോധനത്തിന്, ഉണർത്തുന്നതിന്. ഈ വിശുദ്ധ ഖുർആനിലാണ് നമുക്കുള്ള ഉണർത്തുപാട്ടുകളുള്ളത്, ഉത്ബോധനങ്ങളുള്ളത്, നമ്മൾ നന്നാകാനുള്ള വിശ്വാസ കാര്യങ്ങൾ, നമ്മൾ നന്നാകാനുള്ള സ്വഭാവ വിഷയങ്ങൾ, നമ്മൾ നന്നാകാനുള്ള ഇബാദത്തുകൾ, നമുക്ക് വേണ്ട പെരുമാറ്റ ചട്ടങ്ങൾ, നിയമങ്ങൾ, ഇതൊക്കെ എവിടെയുള്ളത്? ഈ ഖുർആനിലാണുള്ളത്. അതൊക്കെ പരാമർശിക്കപ്പെട്ട കിതാബാണ്. അതിലാണ് നമുക്ക് വേണ്ട സാരോപദേശങ്ങൾ ഉള്ളത്. ദിക്ർ എന്ന് പറയും സ്ഥാനത്തിന്, ഷറഫിന്. വൈന്നഹു ദിക്റുൻ ലക വലി ഖൗമിക്ക് എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് ഷറഫാണ്, താങ്കളുടെ ജനതക്കും എന്ന് പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ പെരുമയും സ്ഥാനവും ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവന് ഈ വിശുദ്ധ ഖുർആനെ മുഖവിലേക്ക് എടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഖുർആനെ അള്ളാഹു തൻ്റെ പക്കൽ നിന്ന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആളുകൾ ആ ഖുർആനെ മുഖവിലേക്ക് എടുക്കണം. പഠിച്ചു, പാരായണം ചെയ്തു, പ്രയോഗവൽക്കരിച്ചു. ഖുർആൻ എന്ത് ചെയ്യണം? അതിനെ മുഖവിലേക്ക് എടുക്കണം. അതിനെ വിഗണിക്കാൻ പാടില്ല, അതിനെ പുറന്തള്ളാൻ പാടില്ല. അള്ളാഹു പറയണം മൻ ആറദ അൻഹു, അതിനെ തൊട്ട് ആരെങ്കിലും പുറംതിരിയുകയായാൽ ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റൻ, അങ്ങനെ പുറംതിരിയുന്നവൻ അന്ത്യനാളിൽ പേറുന്നത് എന്തായിരിക്കും? വിസിറിനെ ആയിരിക്കും. വിസിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാഭാരം അല്ലെങ്കിൽ കൊടിയ പാപം.